അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ സെക്കൻഡ് ട്രെയിലർ വന്നതിന് ശേഷം ഈ ഒരു മൂവിയുമായി ബന്ധപ്പെട്ട് ഒരുപാടധികം തിയറീസ് തന്നെയാണ് ഫാൻസിന്റെ നിന്ന് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് ഡൂമിന്റെ ഈ ഒരു സൂപ്പർ വില്ലൻ ലാൻഡിങ്. ഓൾറെഡി ഡൂമിന്റെ ഭാഗത്തു നിന്നും 2 സ്യൂട്ട് ഇതുവരെ റിവീൽ ആയി എന്നതുകൊണ്ട് തന്നെ 2 ഡൂംസ് ഒക്കെ ഉണ്ടെന്നുള്ള പല ഇൻസൈൻ തിയറികളും ഞാൻ കണ്ടിരുന്നതാണ്. എന്തായാലും ഈ ഒരു സൂപ്പർ വില്ലൻ ലാൻഡിങ്ങിനെ പറ്റി മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒട്ടനേകം ഡൂംസ്ഡേ അപ്ഡേഷൻസിനെ പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ഡൂംസ്ഡേ മൂവിയുടെ ട്രെയിലർ വന്നതിന് ശേഷം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാൻ തിയറികൾ ഞാൻ കേട്ടിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആപ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സൂപ്പർ വില്ലൻ ലാൻഡിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു ടൈമിൽ ഡോക്ടർ ഡൂം വരുമ്പോൾ പുള്ളിയോടൊപ്പം തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള മെറ്റീരിയൽ ഒബ്ജക്റ്റ് തെറിച്ചു പോകുന്നതായിട്ട് കാണിച്ചു തരുന്നുമുണ്ട്. എല്ലാവരും തന്നെ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഇത് ക്യാപ്റ്റൻ അമേരിക്ക മിയോളർ ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടർ ഡൂമിനെ അറ്റാക്ക് ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. ഈ ഒരു അറ്റാക്കിന്റെ ഫോഴ്സിൽ ചില്ല് പൊട്ടിച്ച് വെളിയിലേക്ക് വരുന്ന ഡൂം ഇതൊക്കെ നിസ്സാരം എന്ന രീതിയിലായിരിക്കണം ഈ ഒരു ലാൻഡിംഗ് നടത്തിയതെന്നും പറയപ്പെടുന്നു. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മിയോളിയറിന്റെ ഷേപ്പ് അല്ല നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മേ ബി കംപ്ലീറ്റ് VFX ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത്. എങ്കിൽ തന്നെ അത് മിയോളിയർ ആകുവാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഇനി അഥവാ അത് മിയോളിയർ ആണെങ്കിൽ അത് എങ്ങനെയാണ് ഈ ഒരു സീനുമായി കണക്ട് ആവുന്നതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയാം. ഓൾറെഡി ഒരു പർട്ടിക്കുലർ സ്പേസ്ഷിപ്പിൽ നിന്നും ചില്ല് ബ്രേക്ക് ചെയ്ത് തന്നെയാണ് ഈ ഒരു ഡൂമിന്റെ ക്യാരക്ടർ അവിടേക്ക് വരുന്നത് എന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പാർട്ടിക്കിൾ അയക്കാം ഈ ഒരു പീസ്. മാത്രവുമല്ല ഈ ഒരു സൂപ്പർ വില്ലൻ ലാൻഡിംഗ് നടക്കുന്ന ടൈമിൽ തന്നെ അവിടെ ഒരു ഗ്ലിച്ച് അല്ലെങ്കിൽ എന്തോ ഒരു ഗ്രീൻ കളർ മാജിക്കൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ട് അവിടേക്ക് വന്നിറങ്ങുന്ന ഡൂമിനെ നോക്കുകയാണെങ്കിൽ പുതിയൊരു സ്യൂട്ടിൽ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നത് മറ്റൊരു അത്ഭുതം. ഓൾറെഡി D23 ഇവന്റിലൂടെ ഈ ഒരു സ്യൂട്ട് റിവീൽ കംപ്ലീറ്റ്ലി നടത്തിയിട്ടുമുള്ളതാണ്. അതുപോലെ തന്നെ ഡൂം ബ്രേക്ക് ചെയ്ത് വരുന്ന ഈ ഒരു സ്പേസ്ഷിപ്പിന്റെ ഇന്നർ സൈഡിനെ നമ്മൾ ഓൾറെഡി ലീക്കായി വന്നിട്ടുണ്ടായിരുന്ന ഡൂംസ്ഡേയുമായി ബന്ധപ്പെട്ട് കിടന്നിട്ടുണ്ടായിരുന്ന സെറ്റ് പിക്കുകളിലൂടെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഈ ഒരു സ്പേസ്ഷിപ്പിൽ ഫാൾക്കൺ, സാം വിൽസന്റെ ക്യാപ്റ്റൻ അമേരിക്ക, ജോൺ വാക്കർ, ദ തിങ്, സെൻട്രി തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ലീക്കായി വന്നിട്ടുണ്ടായിരുന്ന ഫോട്ടോസിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞതുമാണ്. മോസ്റ്റ് പ്രോബബ്ലി ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഡൂമിനെ എടുത്തെറിയുവാനായിട്ടാണ് കൂടുതൽ സാധ്യത. ഓൾറെഡി സ്റ്റീവ് റോജേഴ്സ് ഇതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയുകയില്ല. എങ്കിലും എൻഡയർ ഫോഴ്സിൽ വന്നിട്ടുണ്ടായിരുന്ന തോറിനെ വരെ ഈസിലി നോക്കൌട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഡോക്ടർ ഡൂമിനെ ഇത്രയധികം ഫോഴ്സിൽ ദൂരേക്ക് വലിച്ചെറിയണമെങ്കിൽ അത്രയധികം ശക്തമായിട്ടുള്ള മറ്റൊരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ ഫാൻസ് എല്ലാവരും ഇപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റീവ് റോജേഴ്സ് മിയോളർ ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്തതോ, അല്ലെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി ഉള്ളത് സെൻട്രി ഈ ഒരു ടൈമിൽ തന്റെ സൂപ്പർ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് എടുത്തെറിഞ്ഞതോ ആകുവാനാണ് സാധ്യതകളേറെ. ഇതിന് പ്രധാനമായിട്ടും ഒരു റീസൺ എന്നത് സെൻട്രി എന്ന ക്യാരക്ടറിനെ പറ്റി ഡോക്ടർ ഡൂമിന് അറിവുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സെൻട്രിയെ പോട്ടെ, ബാക്കിയുള്ള ന്യൂ അവഞ്ചേഴ്സിനെ പറ്റി പോലും പുള്ളിക്കാരൻ ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. എന്തായാലും അവഞ്ചേഴ്സിനെതിരെ ഡോക്ടർ ഡൂം വരുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള പല സൂപ്പർ ഹീറോസിനെ പറ്റിയും പുള്ളിക്കാരൻ സ്റ്റഡി ചെയ്തിട്ടായിരിക്കും എന്തായാലും കളത്തിലേക്ക് ഇറങ്ങുക. എസ്പെഷ്യലി വളരെയധികം പവർഫുൾ ആയിട്ടുള്ള തോർ, ക്യാപ്റ്റൻ അമേരിക്ക തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പറ്റി പുള്ളിക്കാരൻ എന്തായാലും പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈസിലി തോറിനെയൊക്കെ ഡിഫീറ്റ് ചെയ്യാനായി ഡോക്ടർ ഡൂമിന് സാധിച്ചത്. ഇവിടെ അൺപ്രഡിക്റ്റബിൾ ആയി ലിസ്റ്റിൽ പോലും ഇല്ലാതെ എവിടെ നിന്നോ കയറി വന്നത് ക്യാരക്ടറാണ് സെൻട്രി. ആക്ച്വലി സെൻട്രി വളരെ റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നതിനോടൊപ്പം തന്നെ സൂപ്പർലി ഓവർ പവർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ അൺപ്രഡിക്റ്റബിൾ ആയി സെൻട്രിയിൽ നിന്ന് വരുന്ന അറ്റാക്കിനെ തടയുവാനായി ഡൂമിന് സാധിക്കാത്ത രീതിയിലായിരിക്കണം ഇവിടെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. മാത്രമല്ല മോസ്റ്റ് കൂടുതൽ ടൈമിലും ബോബ് എന്ന ക്യാരക്ടർ തന്നെയാണ് സെൻട്രി ആയിട്ട് അവിടെ നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടറിന്റെ എൻട്രി അവിടെ ഉണ്ടാകുമെന്ന് പോലും ചിലപ്പോൾ ഡോക്ടർ ഡൂം പ്രതീക്ഷിക്കുന്നതുമില്ല. ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി തന്നെ ആയിരിക്കണം ഇവിടെ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടാക്കുന്നത്. എനിവേ സെൻട്രിയിൽ നിന്ന് ഒരു അടി കിട്ടിയെങ്കിൽ തന്നെയും പുള്ളിക്കാരൻ സെൻട്രീനെ എടുത്തുകൊടുക്കും എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. പിന്നീട് വിദൂരമായിട്ടുള്ള മറ്റൊരു ചാൻസ് എന്നത് ഈ ഒരു ക്യാരക്ടർ, അതായത് ഡോക്ടർ ഡൂമിനെ എടുത്തെറിയുന്ന ക്യാരക്ടർ തിങ് ആയിരിക്കാം എന്നുള്ളത്. ഓൾറെഡി ലീക്കായി വന്നിട്ടുണ്ടായിരുന്ന സെറ്റ് പിക്കിൽ തിങ്ങിനെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരുന്നുമുണ്ട്. സൂപ്പർ സ്ട്രെങ്തിന്റെ കാര്യത്തിൽ ഈ ഒരു ക്യാരക്ടർ ഒട്ടും പിന്നിലല്ല എന്നതിനോടൊപ്പം തന്നെ ലീക്കായി വന്നിട്ടുണ്ടായിരുന്ന സെറ്റ് പിക്സിലൂടെ സെൻട്രിയോ തിങ്ങോ അല്ലാതെ അവിടെയുള്ള മറ്റാർക്കും തന്നെ ഡോക്ടർ ഡൂമിനെ ഒന്ന് ടച്ച് ചെയ്യാൻ പോലും സാധിക്കുകയില്ലെന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇനി മിയോൾഡറുമായിട്ട് ഉള്ളിൽ സ്റ്റീവ് റോജേഴ്സും ഓൾറെഡി എക്സിസ്റ്റ് ആണെങ്കിൽ മിയോൾഡറുടെ പവർ ഉപയോഗിച്ചുകൊണ്ടും അറ്റാക്ക് ചെയ്യാം. അതിനെ സാധൂകരിക്കുന്ന ഒരു ചെറിയ തിയറി തന്നെ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് വില്ലനാണെന്ന് തിരിച്ചറിയുന്ന ഡോക്ടർ ഡൂമിനെ സ്റ്റീവ്
സ്റ്റീവ് റോജേഴ്സ് അറ്റാക്ക് ചെയ്യുമെന്നും ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ സ്റ്റീവ് റോജേഴ്സിന്റെ അപ്പർ ഹാൻഡ് വരുമെന്നും എന്നാൽ പുള്ളിയുടെ തന്നെ ഒരു ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി മൂലം അറിയാതെ ഡോക്ടർ ഡൂമിനെ ഒരു സെക്കൻഡ് നേരത്തേക്ക് വീണ്ടും വിശ്വസിച്ചു പോകുമെന്നും അത് പിന്നീട് സ്റ്റീവ് റോജേഴ്സിന് തന്നെ ആപത്തായി തീരുമെന്നുമാണ് ഈ ഒരു അപ്ഡേഷനിൽ പറയുന്നത്. ഇത് പ്രധാനമായിട്ടും D23 അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഇത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് അറിയുകയില്ല. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മേ ബി പോസിബിലിറ്റി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇനി ഇതിനിടയിൽ തന്നെ ട്രാൻസ്ഫോം ചെയ്തു വരുന്ന പുതിയ സ്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇതേ സെയിം സ്യൂട്ട് തന്നെ നമ്മൾക്ക് D23 നിന്ന് കാണുവാൻ സാധിച്ചതാണ്. എന്തായാലും ഈ ഒരു സ്യൂട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇത് ഡോക്ടർ ഡൂമിന്റെ തന്നെ ഒരു ബേസ് സ്യൂട്ട് ആവാനാണ് കൂടുതൽ സാധ്യത. ഈവൻ ദോ സെന്റിനൽസിനെ കൺട്രോൾ എടുക്കുന്ന സീൻ നോക്കുകയാണെങ്കിലും തോറിനെ അറ്റാക്ക് ചെയ്യുന്ന സീൻസ് ഒക്കെ നോക്കുകയാണെങ്കിലും മറ്റൊരു സ്യൂട്ടാണ്. അതായത് നമ്മൾ ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്ന സ്യൂട്ട് തന്നെയാണ് കാണുന്നത്. അതിൽ നെഞ്ചത്ത് മറ്റേ സിംഗിൾ മെറ്റാലിയൻ ഇരിക്കുന്നത് ഒരു ബേസ് സ്യൂട്ട് ആയിരിക്കുന്ന ടൈമിൽ തന്നെ തന്റെ എതിരാളികളോട് ഫൈറ്റ് ചെയ്യുവാനും അവരെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് ഡബിൾ മെറ്റാലിയനും അടങ്ങിയിട്ടുള്ള ഡൂമിന്റെ ബാറ്റിൽ സ്യൂട്ട് യൂസ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ ഒരു സീൻസിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ട്രാൻസ്ഫോർമേഷൻ എന്തിനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് വളരെ വലിയൊരു പോസിബിലിറ്റി തന്നെയുണ്ട്. അതായത് ആക്ച്വലി പുള്ളിക്കാരൻ അവിടെ നിന്നും എടുത്ത് ഫ്ലൈ ചെയ്ത് വരിക, അല്ലെങ്കിൽ ഫ്ലൈ ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തെറിയുന്ന ആ ഒരു ടൈമിൽ തന്നെ പുള്ളിക്കാരൻ ധരിച്ചിട്ടുണ്ടാവുക നമ്മൾ ഇതുവരെ മൂവീസിൽ കാണാത്ത ഏതെങ്കിലും ഒരു സിമ്പിൾ ഡ്രസ് ആയിരിക്കുവാനാണ്. എന്തെങ്കിലും ഒരു സാധാരണ ഗ്രീൻ കളർ ഹുഡിയോ അങ്ങനെ വല്ലതും ആകുവാനാണ് സാധ്യതകളേറെ. കാരണം ആരെങ്കിലും ഡൂമിനെ അറ്റാക്ക് ചെയ്ത് അവിടെ നിന്നും പുറത്തു വിട്ടതാണെങ്കിൽ അതിന് മുമ്പ് വരെ ഡൂം നല്ല ഒരാളാണെന്ന് വിചാരിച്ചു തന്നെ ആയിരിക്കണം അവരോടൊപ്പം ഇതേ ഒരു സ്പേസ് ഷിപ്പിൽ ഡോക്ടർ ഡൂം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. വില്ലനാണെന്ന് അറിയുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ ഈ ഒരു അറ്റാക്ക് ഉണ്ടാകുകയും തുടർന്ന് അവിടെ നിന്നും പറന്നു വീഴുന്ന ഡൂം ഇനി ഞാൻ ആരെയും കാണിക്കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരന്റെ ഒഫീഷ്യൽ ലുക്കിലേക്ക് മാറുന്നതായിട്ടും ഈ ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ കൊണ്ടുവരാം. എന്തായാലും തന്നെ മാജിക്കൽ എബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സീക്വൻസ് തന്നെയാണ് നമ്മൾ ഇവിടെ ഇൻഡയറക്ട്ലി കണ്ടത്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന ടൈമിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പർട്ടിക്കുലർ പീസ് ബോഡിയിൽ നിന്ന് തെറിച്ചു പോകുന്നതായിട്ട് കാണിച്ചിട്ടുമുള്ളത്. ഒന്നെങ്കിൽ ആ ഒരു പീസ് എന്നത് ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് തെറിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു പീസ് ആയിരിക്കാം. അതുമല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ബ്രോക്കൺ ഗ്ലാസസിന്റെ പാർട്ടോ ആയിരിക്കാം. അതുമല്ലെങ്കിൽ സ്റ്റീവ് റോജേഴ്സ് മിയോൾഡർ ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ ബോഡിയിൽ പറ്റിയിരിക്കുന്ന ആ ഒരു മിയോൾഡറിനെ അവിടെ നിന്ന് മാറ്റുവാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു മാജിക്കൽ ഗ്ലിച്ച് ഇവിടെ ഡോക്ടർ ഡൂം ഉപയോഗിക്കുന്നതായിട്ടും കാണിച്ചതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു മാജിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ടൈമിൽ അതിൽ നിന്നും ബോഡിയിൽ നിന്നും അത് തെറിച്ചു പോകുന്നതായിട്ട് കാണിച്ചത്. ഇനി ഈ ഒരു ബ്രേക്ക് ആവുന്ന സീൻ ഒന്നും കൂടി ഒന്ന് സൂക്ഷിച്ച് വളരെയധികം ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും അവിടെ നിന്നും തെറിച്ചു വരുന്ന ഡോക്ടർ ഡൂമിന്റെ ബാക്ക് സൈഡ് തന്നെയാണ് കാണുന്നത്. ഒന്നെങ്കിൽ മിയോളർ ഉപയോഗിച്ചുകൊണ്ട് എടുത്തെറിഞ്ഞതോ അല്ലെങ്കിൽ ആരെങ്കിലും ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് അടിച്ചിട്ടതോ ആകാം. എനിവേ ബാക്ക് സൈഡ് തിരിഞ്ഞ് അവിടേക്ക് വരുന്ന ടൈമിൽ തന്നെയാണ് പുള്ളിക്കാരൻ ഈ ഒരു മാജിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടത്തി ആ ഒരു ബോഡിയോട് ചേർന്നിരിക്കുന്ന വസ്തുവിനെ വലിച്ചെറിയുന്നത് തന്നെ. എന്തായാലും ഒരൊറ്റ സീക്വൻസ് കാരണം എന്തോരം ഫാൻ തിയറീസ് ആ വന്നിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചാൽ മതിയായിരുന്നു. എന്തായാലും അറിഞ്ഞ കാര്യങ്ങളും മനസ്സിലാക്കിയ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ ഒരു തിയറിയെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.